സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് 4 മാത്സിൻ്റെ 11th ചാപ്റ്റർ ടേബിൾസ് ആൻഡ് ഷെയർസ് എന്ന് പറയുന്ന ലെസണാണ്. ശ്യാമാസ് ഗാർഡൻ. ശ്യാമയുടെ ഗാർഡൻ. ശ്യാമ ഹാസ് പ്ലാന്റഡ് സൺഫ്ലവർ, റോസ് ആൻഡ് മാരിഗോൾഡ് പ്ലാന്റ്സ് ഇൻ ഹെർ ഗാർഡൻ. ശ്യാമയുടെ ഗാർഡനിൽ അവൾ സൂര്യകാന്തി പൂക്കളും റോസും മാരിഗോൾഡും എല്ലാം നട്ടുവച്ചിരുന്നു. ഷി ഹാസ് പ്ലാന്റഡ് ദം ഇൻ ദീസ് ഫ്ലവർ ബേർഡ്സ്. നോക്കിയാൽ അവർ 3 ഫ്ലവർ ബേർഡ്സിലായിട്ടാണ് ശ്യാമ ചെടി നട്ടിരുന്നത്. ഹർ ഗാർഡൻ ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് അവിടെ ഗാർഡൻ. സി ഹൗ ഐ പ്ലാന്റഡ് 18 പ്ലാന്റ്സ് ഇൻ ഈച്ച് ഫ്ലവർ ബെഡ്. മൊത്തത്തിൽ അവൾ ഓരോന്നും, അതായത് സൺഫ്ലവർ 18 എണ്ണം നട്ടിട്ടുണ്ട്, റോസ് 18 നട്ടിട്ടുണ്ട്, ദെൻ മാരിഗോൾഡും 18 നട്ടിട്ടുണ്ട്. നോക്കി ഓരോന്നും 18 എത്ര ആണെന്ന്. ഇത് ഒറ്റ വരിയിലായിട്ട് 18 എണ്ണവും നട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അങ്ങനെ ചെയ്തേക്കുന്നത് നോക്കി. 1 2 3 4 5 6 6 വരികളാണ്. 6 വരികൾ അല്ലേ. എത്ര എണ്ണമാണ് പ്ലാന്റ്സ്? 3 പ്ലാന്റ് അല്ലേ. 6 × 3 18. നെക്സ്റ്റ് വണ്ണോ 9 എണ്ണം നട്ടിട്ടുണ്ട്. എത്ര വരികളാണുള്ളത്? 2 വരികൾ. സോ 2 × 9 that is also 18. അങ്ങനെ 18 പ്ലാന്റ്സ് നട്ടേക്കുന്നു. ഇനി ഈച്ച് ഫ്ലവർ ബെഡ് ഹാസ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്. ഓരോ ഫ്ലവർ ബെഡിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രമീകരണമായിരുന്നു ഉള്ളത്. സി ഹൗ ദ റോസസ് ആർ പ്ലാന്റഡ്. എങ്ങനെയാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത് നോക്കാം. റോസ് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്തത്? 3 ചെടി വെച്ച് 6 വരികളിലായിട്ട്. ദാറ്റ് മീൻസ് 6 × 3 ആയിട്ട് ആണ് ചെയ്തേക്കുന്നത്. സോ ദർ ആർ 6 റോസ് വിത്ത് 3 പ്ലാന്റ്സ് ഈച്ച്. ഓരോ 3 പ്ലാന്റ്സ് ഉണ്ട് ഒരു റോയിൽ. അങ്ങനെ 6 വരികളുണ്ട്. 6 വരികൾ, 3 ചെടികൾ ഓരോ വരിയിലും. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ദ സൺഫ്ലവർ ആൻഡ് മാരിഗോൾഡ് ആർ പ്ലാന്റഡ്. ഇനി മാരിഗോൾഡും സൺഫ്ലവറും എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സൺഫ്ലവർ നോക്കി 18 ഉണ്ട്, പക്ഷെ ഒറ്റ വരി. ദാറ്റ് മീൻസ് 18 × 1. അടുത്തത് മാരിഗോൾഡോ 2 വരി വന്നിട്ടുണ്ട് അല്ലേ. 2 വരി, ഒരു വരിയിൽ 9 ചെടി. സോ 2 × 9 = again 18. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 18 × 1. ഒരെണ്ണം സൺഫ്ലവർ അങ്ങനെ ഒറ്റ വരിയായിട്ട് എഴുതിയിരിക്കുന്നു. സോ ദർ ഈസ് 1 റോ വിത്ത് 18 പ്ലാന്റ്സ്. ആൻഡ് നെക്സ്റ്റ് വണ്ണോ 9 × 2. സോ ദർ ഈസ് 2 റോസ് ഉണ്ടായിരുന്നു, ദെൻ 9 പ്ലാന്റ്സും ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യു ടു ക്യാൻ മേക്ക് യുവർ ഓൺ ഗാർഡൻ. ഡ്രോ എ ഗാർഡൻ ഷോവിങ് ഫ്ലവർ ബെഡ്സ് വിത്ത് 48 പ്ലാന്റ്സ് ആൻഡ് ഈച്ച് റോ ഷുഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് പ്ലാന്റ്സ്. ഇതുപോലെ തന്നെ റോസ് വരികളായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് ROW റോ എന്ന് പറഞ്ഞ വരികൾ. ആ വരികളിലെല്ലാം എണ്ണം ഒരേപോലെ ആക്കുന്ന 48 ചെടികൾ എങ്ങനെ നടാം എന്നുള്ള. 48 ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുന്നുണ്ടെന്നൊന്ന് നോക്കി. 12 × 4 48 ആണ്. ദെൻ 6 × 8 ഓൾസോ 48. നെക്സ്റ്റ് 1 × 48, 24 × 2, that's also 48. നെക്സ്റ്റ് 3 × 60. ഇത്ര എണ്ണം നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ 12 ചെടികൾ 4 വരികളിലായിട്ട് നട്ടാൽ നമുക്ക് 48 ചെടികൾ നടാം. ഇനി 6 ചെടികൾ 8 വരികളിലായിട്ട് നട്ടാലും 48 ചെടികൾ നടാം. ഇനി തിരിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്, 8 ചെടികൾ 6 നിരകളിൽ നടുന്നത്. ഇനി തിരിച്ചാണെങ്കിലും പറ്റാം. അത് 6 നിരകൾ ചെയ്യാം. 6 വരികളായിട്ട് ഇങ്ങനെ വരെ 6 എണ്ണം 6 എണ്ണം. പക്ഷേ ചെടികൾ എത്ര എണ്ണം വേണം? 8 എണ്ണം. 1 2 3 4 5 6 7 8. 8 ചെടികൾ ഇങ്ങനെ നിരനിരയായി ചെയ്യണം. സോ നമുക്ക് ഇത്രയും ഈ രീതിയിലെല്ലാം ആ ചെടികൾ നമുക്ക് നടാൻ പറ്റും. ജാർസ് ഇൻ ദ ഷെൽഫ്. ഷെൽഫിൽ കുറേ ജാർ ഇരിപ്പുണ്ട്, കണ്ടോ? ഭീമ മെയ്ഡ് ദിസ് ഷെൽഫ് ഫോർ 30 ജാർ. 30 ജാറുണ്ട് മൊത്തം.
ദിസ് ഈസ് ലോങ് ഷെൽഫ് വിത്ത് 2 rows. 2 വരികളിലായിട്ട് വെച്ചേക്കും കണ്ടോ, 2 നിരകളായിട്ട്. ഇതൊരു നിര, നെക്സ്റ്റ് അടുത്ത നിര, അങ്ങനെ 2 നിരകളായിട്ട് വെച്ചിരിക്കുന്നു. Can you find the other ways to make shelf to keep 30 jar? ഇനി ഈ 30 ജാർ വേറെ ഏതെങ്കിലും രീതിയിൽ അടുക്കാമോ? നോക്കിയേ, 10 വെച്ച് 3 വരികളിലായിട്ട് അടുക്കി വെക്കുന്നു. 1 2 3. Draw a shelf. Show how many jars would you keep in each row. How many rows are there? ഇനി എത്ര റോസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഈ 30 ജാർ എങ്ങനെയൊക്കെ അടുക്കി വെക്കാമെന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിനോടും പറയുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കണ്ടെന്താണ്, ആദ്യം കണ്ടത് 15 അല്ലേ, 15 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്നുള്ളതും. നെക്സ്റ്റ് വൺ എന്തുവാ കണ്ടത്, 10 × 3 ദാറ്റ്സ് ഓൾസോ 30. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 30 അല്ലേ, 6 × 5, അതായത് 6 റോസിൽ 5 ജാർ വെച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും, 5 ജാർ, 1 2 3 4 5. ഈ 5 ജാറുകൾ എത്ര റോസിലാണ് വെക്കേണ്ടത്, 6. ഇപ്പോൾ ഇവിടെ എത്ര റോ ഉണ്ട്, 1 2 3, ഇനിയും 4 5 6. ഈ 6ലും നമ്മൾ ജാറ് ഉണ്ടെങ്കിൽ അല്ലേ, എത്ര ജാർ വെച്ചാണ്, 5 ജാർ വെച്ച് വരച്ച് ചേർക്കാം. നെക്സ്റ്റ് ഈസി ട്രിക്സ്, ചെറിയൊരു എളുപ്പമുള്ളൊരു പണിയേ. ഐ ഡു നോട്ട് നോ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 7. 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയത്തില്ലെന്ന് ആര് പറയുകയാണ്, ബണ്ടി. എല്ലാത്തിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. 10 വരെ ഉള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞൊരു 15 വരെ ഉള്ളതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് കേട്ടപ്പോൾ ഗുഡു പറയാണ്, ഐ നോ ദ ടേബിൾ സ്റ്റിൽ 5 ബട്ട് ദർ ഈസ് എ ഈസി ട്രിക്ക്. എനിക്ക് 5 വരെ ഉള്ളതേ അറിയത്തുള്ളൂ. ഒരു ഈസി ട്രിക്ക്, വളരെ എളുപ്പ വഴിയുണ്ട്. ഐ ക്യാൻ മേക്ക് ദ ടേബിൾ ഓഫ് 7 വിത്ത് ദ ടേബിൾ ഓഫ് 2 and 5. 2ൻ്റെയും 5ൻ്റെയും ടേബിൾ കൊണ്ട് 7 ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയേ, 2ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ആണ്. മനസ്സിലായി, 2 + 5 7 ആയതുകൊണ്ട് 2ൻ്റെയും 5ൻ്റെയും ടേബിൾ വെച്ച് നമുക്ക് 7ൻ്റെ ടേബിൾ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കി, ടേബിൾ ഓഫ് 2 തന്നിട്ടുണ്ട്, ടേബിൾ ഓഫ് 5 തന്നിട്ടുണ്ട്. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8 and 10 2s are 20. Like table 5, 1 × 5, that means 5 1s are 5, 5 2s are 10, 5 3s are 15, like that. ഇനി നോക്കി, ഇതിൻ്റെ ടേബിൾ 2ൻ്റെ ഫസ്റ്റ് അതായത് 1 2s എന്നുള്ളത് 2. ടേബിൾ 5ൻ്റെ 1 5s 5. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി, 2ഉം 5ഉം കൂടെ എത്ര കിട്ടുന്നത്, 7. 7 എന്ന് പറഞ്ഞാൽ എത്ര, 1 7s അല്ലേ. ഇതും അതുപോലെ 2 2s are 4, 2 5s are 10, 10 + 4 എത്ര വരും, 14, ദാറ്റ് ഈസ് 2 7s. നെക്സ്റ്റ് ഒന്ന് നോക്കാം, 3 2s are 6, 3 5s are 15. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 21, ദാറ്റ് ഈസ് 3 × 7. 3 × അതായത് 7 3s ആണ് 21. അങ്ങനെ നമുക്ക് മൊത്തം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, സി ഹൗ ഐ ആഡഡ് ദ 2 numbers in yellow boxes to get the table of 7. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ 7 കിട്ടിയത്. ഇറ്റ് ഈസ് ഈസി. ഐ ക്യാൻ ഓൾസോ മേക്ക് ദ ടേബിൾ ഓഫ് 7 വിത്ത് ടേബിൾസ് 4 and 3. ഇപ്പം നമ്മൾ ചെയ്തത് 2ഉം 5ഉം വെച്ച് 2 + 5 എന്നുള്ള വെച്ച് മെത്തേഡ് വെച്ച് 7. അപ്പോൾ 4 + 3 എന്ന് വെച്ചാലും 7 അല്ലേ. ഇപ്പം 4ൻ്റെ ടേബിളും 3യുടെ ടേബിളും കൂടെ ആഡ് ചെയ്താൽ അപ്പോൾ 7ൻ്റെ ടേബിൾ നമുക്ക് കിട്ടണം. നോക്കാം. ഹെൽപ്പ് ബണ്ടി ടു മേക്ക് ദ ടേബിൾ ഓഫ് 7 യൂസിങ് ടേബിൾസ് ഓഫ് 4 and 3. 4ൻ്റെയും 3യുടെയും ടേബിൾ വെച്ച് നമ്മൾ 7ൻ്റെ ടേബിൾ നോക്കുകയാണ്. ഓക്കെ, 1 4s are 4, 2 4s are 8.
Then 1 3s are 3, 2 3s are 6. 1 7s എത്ര വരും? ഇത് രണ്ടും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട്? 4 + 3 7. അപ്പോൾ അടുത്ത നോക്കിയാൽ 8ഉം 6ഉം 8ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് 8 ഇത് 6. യെസ് 14. 7 2s are 14. അങ്ങനെ നമുക്ക് എല്ലാം കിട്ടും. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ടേബിൾ ഉണ്ടെങ്കിൽ അതിനെ ഏതിൻ്റെയും രണ്ടെണ്ണത്തിന് സമ്മായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വിച്ച് ടു ടേബിൾ വിൽ ബി യൂസ് ടു റൈറ്റ് ദ ടേബിൾ ഓഫ് 12? ഇനിയും 12ൻ്റെ ടേബിൾ നമുക്ക് 12 എന്ന് പറയുന്നത് 12ൻ്റെ ടേബിൾ ഓഫ് 12 എങ്ങനെ കിട്ടും? 12നെ നമുക്ക് 8ൻ്റെ 4 ഉണ്ട്. 8 + 4 എന്ന് എഴുതാം അല്ലേ? 12 = 8 + 4. അപ്പോൾ ടേബിൾ ഓഫ് 8 പിന്നെന്താണ്? ടേബിൾ ഓഫ് 4 അല്ലേ? ടേബിൾ ഓഫ് 8ഉം ടേബിൾ ഓഫ് 4ഉം നമുക്ക് എഴുതണം. ടേബിൾ ഓഫ് 8 ഏതൊക്കെയാണ്? 1 8s are 8, 2 8s are 16, 3 8s are 24 അല്ലേ? 24 32 40 48 അല്ലേ? 56 etc. ഈ ടേബിൾ ഓഫ് 4 1s are 4, 4 2s are 8, 4 3s are 12, 4 4s are 16, 4 5s are 20, 4 6 are 24, 28 etc. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? ടേബിൾ ഓഫ് 12ൻ്റെ ടേബിൾ. നോക്കിയേ, ആദ്യം ഒന്നാമത്തെ ടേബിൾ അപ്പോൾ എങ്ങനെ കിട്ടും? 8 + 4 എത്ര ഇടുന്നേ? 12ൻ്റെ ടേബിൾ 12 അല്ലേ? 24 നോക്കണം. 24 then 12 3s are 36, 12 4s are 48 etc. ഇപ്പോൾ ആദ്യത്തെ കിട്ടുന്ന 8ഉം 4ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. രണ്ടാമത്തേതോ 16ഉം 8ഉം 16ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്? 24ഉം 12ഉം നമുക്ക് 36 കിട്ടും. കണ്ടോ? 24 + 12 36. അങ്ങനെ ഇപ്പോൾ നമുക്ക് ടേബിൾ ഓഫ് 8ഉം ടേബിൾ ഓഫ് 4ഉം അറിയാമെങ്കിൽ ടേബിൾ ഓഫ് 12 ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഹൗ മെനി ക്യാറ്റ്സ്? എത്ര ക്യാറ്റ്സ് ഉണ്ടെന്നാണ്. സം ഓഫ് ഗായത്രീസ് ക്യാറ്റ്സ് വെർ പ്ലേയിങ് ഇൻ ദ ബോക്സ്. ഗായത്രി ക്യാറ്റ്സ് എന്ത് ചെയ്യാണ്? ബോക്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ഷീ ട്രൈ ടു കൗണ്ട്, അവൾ എണ്ണാൻ നോക്കിയപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാമോ? ഓൾ ഷീ കുഡ് സീ വെയർ ലെഗ്സ്. അതിൻ്റെ കാലുകൾ മാത്രമേ അവൾക്ക് കാണത്തുള്ളൂ. അങ്ങനെ അവൾ കാലുകൾ അങ്ങ് എണ്ണി. ഷീ കൗണ്ട് 28 legs. എത്ര കാലുകളുണ്ടായിരുന്നു? 28 കാലുകളുണ്ടായിരുന്നു. ഹൗ മെനി ക്യാറ്റ്സ് ഇൻ ദെയർ ബോക്സ്? ബോക്സിൽ എത്ര ക്യാറ്റ് ഉണ്ടെന്നാണ് അറിയേണ്ടത്. ഒരു പൂച്ചയ്ക്ക് എത്ര കാലുണ്ട്? നമ്പർ ഓഫ് ലെഗ്സ് ഓഫ് എ ക്യാറ്റ്. യെസ് 4. 4 കാലല്ലേ പൂച്ചയ്ക്കുള്ളേ? സോ നമുക്ക് നമ്പർ ഓഫ് ലെഗ്സ് ഓഫ് എ ക്യാറ്റ് എന്ന് പറയുന്നത് 4 ആണ്. എത്ര ലെഗ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് എത്രയാണ്? യെസ് 28 ആണ്. അപ്പം നമ്പർ ഓഫ് ക്യാറ്റ്സ് എങ്ങനെ കാണും? നമ്പർ ഓഫ് ക്യാറ്റ്സ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 4. 4ൻ്റെ ടേബിൾ 28 / 4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. 4ൻ്റെ ടേബിളിൽ 28 എത്രയാണ് വരുന്നതെന്ന് നോക്കാം. 28 എപ്പോഴാണ് വരുന്നത്? 4 1s are 4, 4 2s are 6, 4 3s are 12, 4 4s are 16, 4 5s are 20, then 4 6s are 24, 4 7s are 28. 7. ഇനി അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സെയിം മെത്തേഡ് 7 4s are 28 0. 8 legs mean 2 cats. 12 legs means 8 കാലുകളെന്ന് പറഞ്ഞാൽ 2 പൂച്ച. അപ്പോൾ 12 കാലുകളെന്ന് പറഞ്ഞാൽ 3 പൂച്ച. ഹൗ മെനി ലെഗ്സ്? ഇനി എത്ര ലെഗ്സ് ഉണ്ടെന്നാണ്. ഇവിടെ നമ്മൾ 4 ലെഗ്സാണ് ഉള്ളത്. അപ്പോൾ 4 ലെഗ്സ് ഉള്ള ഒരു പൂച്ചയ്ക്ക് 4, അടുത്ത പൂച്ചയ്ക്ക് അവിടെ ആകുമ്പോൾ 8, അടുത്ത പൂച്ചയ്ക്ക് ഇവിടെ ആകുമ്പോൾ 12. അങ്ങനെ 12 4 8 12 16
20, 24, 28, then 32. Then 1, 2, 12 legs എത്ര പൂച്ചയാണ് അപ്പോൾ ഉള്ളത്? 3. 16 legs ആണെങ്കിലോ 4. 20 ആണെങ്കിൽ 5, 6, 7, 8. So 28 legs means എത്ര cat ആണ്? 7 cats. Billu has kept his chickens in ബോക്സ്. ബില്ലു അവൻ്റെ ചിക്കൻസിനെ എല്ലാം എടുത്ത് ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചത്. ഹി കൗണ്ടഡ് 28 legs. ഹൗ മെനി ചിക്കൻസ് ആർ ദെയർ? നോക്കിയേ, ഒരു ആളുടെ കയ്യിൽ കുറച്ച് ചിക്കൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാലുകളുടെ എണ്ണം 28 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ചിക്കൻസ് ഉണ്ടെന്നാണ് അറിയേണ്ടത്. ഒരു ചിക്കൻ എത്ര കാലുണ്ടോ? 2 അല്ലേ. സോ 28 legs ഉണ്ടെന്ന് പറഞ്ഞു. 28 divided by 2. 2വിൻ്റെ ടേബിളിൽ എത്രയാണ് വരുന്നത്? 2 1s are 2. മൈനസ് ചെയ്യുക 0. നെക്സ്റ്റ് നമ്പർ താഴോട്ട് ഇറക്കി എഴുതണം. ഇറ്റ് ഈസ് 8. 2വിൻ്റെ ടേബിളിൽ 8 എത്ര പ്രാവശ്യം ഉണ്ട്? 4 2s are 8. So the answer is 14. എത്ര ചിക്സ് ഉണ്ട്? 14. അടുത്ത എന്താ നോക്കിയേ. ലീല ഹാസ് നോട്ട് ഗോൺ ടു സ്കൂൾ ഫോർ 21 days. 21 ദിവസമായിട്ട് ലീല സ്കൂളിൽ പോകുന്നില്ല. ഫോർ ഹൗ മെനി വീക്സ് വാസ് ഷീ എവേ ഫ്രം സ്കൂൾ? സ്കൂളിൽ നിന്ന് എത്ര ദിവസം മാറിയിരുന്നു? 21 ദിവസമാണ് അവൾ സ്കൂളിൽ പോയിരുന്നു. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 7 days. 7 3s are 21. ദാറ്റ് മീൻസ് 3 ആഴ്ച അവൾ സ്കൂളിൽ പോയില്ല. ജമ്പിങ് ആനിമൽസ്. ഡു യു റിമെമ്പർ ദി ജമ്പിങ് ആനിമൽസ് ഓഫ് ക്ലാസ് 3? ക്ലാസ് 3യിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ജമ്പിങ് ആനിമൽസിൻ്റെ? എ ഫ്രോഗ് ജംപ്സ് 3 steps at a time സ്റ്റാർട്ടിങ് ഫ്രം O. ഒരു തവള ഈ 0 നിന്ന് തുടങ്ങി 3-ാമത്തേതിലേക്ക് വരെ ചാടുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 3-ാമത്തെ വരെ ചാടിയിരിക്കുന്നത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, 3-ാമത്തെ വരെ ചാടിയിട്ടുണ്ട്. നെക്സ്റ്റ് കൗണ്ട് ദ ജംപ്സ് ഹി ടേക്സ് ടു റീച്ച് 27. 27 വരുന്നവരെ എത്ര പ്രാവശ്യം ചാടണം? ആദ്യത്തെ പ്രാവശ്യം 3 വരെ, പിന്നെ 3 സ്റ്റെപ്പാണ് മാറുന്നത്. അപ്പോൾ എത്രയായി? 6. പിന്നെ 3 സ്റ്റെപ്പ് ചാടി 9. ദെൻ എഗെയിൻ 3 steps 12, 15. ദെൻ എഗെയിൻ എത്ര? 18. ദെൻ 21 അല്ലേ. അങ്ങനെ 27 വരെ എത്തുന്നതാണ് നമുക്ക് കിട്ടേണ്ടത്. ദെൻ 24, ദെൻ അഗെയിൻ 27. അങ്ങനെ ഓരോന്നും, അതായത് 3 വെച്ച് ഇവിടുന്ന് 3 വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത 6ലേക്ക് വരയ്ക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്പർ നോക്കി. 6 നോട്ട്, അത് 8 ആണ്. 6 എന്ത് ദിസ് അല്ലേ. 6, 9, 12, then again 15, 18, 21, 24, 27. Okay, so he can take 27 divided by 3 അല്ലേ. 27 divided by 3 എത്ര ചാട്ടം ചാടി നോക്കി ആ ഫ്രോഗ് 27-ലെത്താൻ? 9 അല്ലേ. യെസ്, ടേക്കൻ ഡാഷ് ജം ഇഫ് ഹീ ഈസ് അറ്റ് 36. 36-ൽ എത്തണമെങ്കിൽ 36 എത്തണമെങ്കിൽ അവൻ എത്ര പ്രാവശ്യം ചാടണം? 36-ൽ എത്തണമെങ്കിൽ അവൻ 3 പ്രാവശ്യമാണ്, 3 സ്റ്റെപ്പാണ് നീങ്ങുന്നത്. അപ്പോൾ എത്ര കിട്ടി? 1 3s are 3, -3 0, 6 താഴോട്ട് ഇറക്കി എഴുതണം. ദെൻ എങ്ങനെ കിട്ടും? 3 2s are 6. അപ്പോൾ എത്രയാണ്? 12. നെക്സ്റ്റ് 42-ലാണ് അവൻ വരുന്നതെങ്കിലോ? 42 divided by 3. 3 1s are 3, -1 12, 4. എത്രയായി?
14 ജമ്പ് കൊണ്ടേ അവനെ എത്താൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത റാബിറ്റ് ജംപ്സ് 5 സ്റ്റെപ്പ്. റാബിറ്റ് 5 സ്റ്റെപ്പാണ് നീങ്ങുന്നത്. ആൻഡ് ഹൗ മെനി ജംപ്സ് ഡസ് ഹി റീച്ച് 25? 25 എത്തണമെങ്കിൽ എത്ര പ്രാവശ്യം ചാടണം? 5ൻ്റെ ടേബിൾ നോക്കി. 5 × 5. 5 5s are 25. അപ്പോൾ എത്ര പ്രാവശ്യം അവൻ ജമ്പ് ചെയ്യണം? 5 പ്രാവശ്യം ജമ്പ് ചെയ്യണം. ആൻസർ എത്രയാണ്? 5. ഹി റീച്ചസ് ആഫ്റ്റർ ടേക്കിംഗ് 8 ജംപ്സ്. 8 ജമ്പ് കഴിഞ്ഞ് അവൻ ഇവിടെ എത്തും. ആദ്യത്തെ ജമ്പ് എത്രയാണ്? 5. 8 ആകുമ്പോഴോ? യെസ്, 40. ഹി റീച്ചസ് 40. 8 5s are 40. ഹി നീഡ്സ് ഡാഷ് ജംപ്സ് ടു റീച്ച് 55. 55 എത്തണമെങ്കിൽ അവൻ എത്ര ചാടണം? 55 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കണം. എത്ര? 5 1s are 5. 0 again 5. Yes, 11. So the answer is 11. ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. 28 ഡിവൈഡഡ് ബൈ 2 എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പർ നമ്മൾ എടുക്കണം. ആദ്യത്തെ നമ്പർ ഏതാണ്? 2. ഈ 2ൽ നമുക്ക് 2ൻ്റെ ടേബിളിൽ 2 എപ്പോഴാണ് വരുന്നത്? 1 ടൈം അല്ലേ? 1 2s are 2. മൈനസ് ചെയ്യുക 0. ദെൻ തൊട്ടടുത്ത നമ്പർ താഴോട്ട് ഇറക്കണം. 8. 4 2s are 8. The answer is 14. Next the 48. 48 divided by 4. 4 1s are 4. 0 2 4 8. Okay. So answer is 12. Next 96 divided by 8. 1 8s are 8. 9 minus 8 1 62. So the answer is 12. Next 56 divided by 7. 7ൻ്റെ ടേബിൾ ചെല്ലി നോക്കുമ്പോൾ 56 എവിടെയാണ് കിട്ടുന്നത്? 8 7s are അല്ലേ? 8 7s are 56. അടുത്തത് 66 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഇവിടെ എത്ര എഴുതണ്ടേ? 8. 66 ഡിവൈഡഡ് ബൈ 6. 1 6 are 6. മൈനസ് 0. ദെൻ 6 താഴോട്ട് എഴുതുക. 1 6 0. സോ ദ ആൻസർ ഈസ് 11. ഇനി അടുത്തത് നോക്കിയേ. 110 ഡിവൈഡഡ് ബൈ 10. 110 divided by 10. 1 10s are 10. Then again 10. 1 10s are 10. Is 11. ഇത് 10 കൊണ്ടുള്ള ഡിവിഷനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? അവസാനത്തെ 0 മാറ്റി കൊടുക്കുക. സോ ദ ആൻസർ ഈസ് 11. നമുക്ക് ഇന്നത്തെ ലെസൺ ഇവിടെ നിർത്താം. അടുത്തൊരു ലെസണുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.